അസ്സലാമു അലൈക്കും. അപ്പോൾ വൈകുന്നേരമായല്ലോ, ഇനിയിപ്പോൾ ഒന്ന് ചായ ഉണ്ടാക്കുകയെന്ന് എത്തിങ്ങാണ്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയ്ക്ക് പോയാലേക്കാരം ഇനിയിപ്പോൾ അതിക്ക് കടി ഉണ്ടാക്കുകയെന്ന് ആലോചിച്ചിൽ. അപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് ഓരോന്ന് ഉണ്ടാക്കണമെങ്കിലും വേണ്ടിയും കുറച്ച് നേരം മുമ്പ് അല്ലെങ്കിൽ മാവ് കുഴച്ചെക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് എടുത്ത് വെക്കുക. അപ്പോൾ അതുണ്ടാക്കണമെങ്കിലും വേണം കുറച്ച് നേരം മാവ് കുഴച്ചെക്കുക. ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കണമെങ്കിലും വേണം കുറച്ച് നേരം ഇപ്പോൾ അവിടെ കുഴച്ചെടുത്ത് വെക്കുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതിൽ കിട്ടുന്ന സാധനം ഇപ്പം നമ്മളെടുത്ത് ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ കരുതി ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കുക എന്ന് കരുതിങ്ങാണ് ഇങ്ങനെ ആലോചിച്ച് നിൽക്കണ നേരത്തെ. അപ്പോൾ നമുക്ക് തോനെ ആലോചിച്ച് നിൽക്കുക, അത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരം ഉണ്ടാക്കി കാട്ടിത്തരാനാണ് കേട്ടോ ഒന്ന് നമ്മൾ വന്നിക്കണത്. അപ്പോൾ നമ്മളെ ഈ പലഹാരം ഉണ്ടാക്കാൻ നമുക്ക് തോനെ ആലോചിച്ച് കുത്തിരിക്കൊന്നും വേണ്ടിരില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഇതിക്കിടാനുള്ള സാധനം നമ്മൾ ഇനി പീടിയിൽ പോയി വാങ്ങിക്കൊണ്ടേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ലേ. നമ്മളെ പെരയിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനം തന്നെ മതി. ഇനിയിപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളെ ചായക്കടി രസമില്ലാത്ത കേടും ഉണ്ടാവില്ല, നല്ല രസമാണ് ഇപ്പോൾ ഇത് തിന്നാൻ. എല്ലാവർക്കും നല്ല എളുപ്പത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പം മാതിരി നമ്മളെ ചായക്കടി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബും ചെയ്തോളീം. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലും കൂടി നിങ്ങളൊന്നാണ് അമർത്തി കൊടുത്താൽ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ അപ്പം നിങ്ങൾക്കാണ് കാണും ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നോക്കിക്കാണ്ട് നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കും ചെയ്യുക. പിന്നെ പൈമുള്ളതാ ലൈക്കല്ലേ, അപ്പോൾ അയിമൽ നിങ്ങൾ സന്തോഷത്തോടെ നാം തൊട്ടും കൊടുത്തോളീം. അപ്പോൾ പിന്നെ നമ്മളെ ചായക്കടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുള്ള കാര്യം നമ്മൾക്കാണ് മനസ്സിലാക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ശർക്കര ആദ്യം തന്നെ ഉരുക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമാതിരി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തുകാണ്ട് അതിക്കൊരു 4 അച്ച് ശർക്കര ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അത് ഉരുകാൻ പാകത്തിനുള്ള വെള്ളം പാർന്നുകാണ്ട് നമ്മളെ ഈ ശർക്കര നമുക്ക് നല്ലോണം തന്നെ ഉരുക്കിയെടുക്കണം. ഇപ്പോൾ നമ്മളെ ശർക്കര കുറച്ചൊക്കെ ഉരുകി വരാൻ തുടങ്ങിയിരിക്കണ്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മളെ ശർക്കരയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇങ്ങനെ ഒന്ന് കയ്യിലോണ്ടൊക്കെ ഒന്ന് സ്പൂണോണ്ടൊക്കെ ഒന്ന് കുത്തി കൊടുത്താൽ പെട്ടെന്ന് ആയി കിട്ടിക്കോളും. തിരിച്ച് നല്ലോണം കൂട്ടി വെച്ച് കാണ്ട് പിന്നെ അതിമക്ക് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ നമ്മളെ ശർക്കര കരിയൊക്കെ ചിജും കേട്ടോ. അപ്പോൾ നമ്മൾ ഉരുക്കിയെടുക്കുമ്പോൾ നമ്മൾ സ്പൂൺ കൊണ്ടൊക്കെ അതിലോണ്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയൊക്കെ വേണം. അപ്പോൾ അങ്ങനെ നമ്മളെ ശർക്കരയൊക്കെ ഇപ്പോൾ ഉരുകി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാകൊത്ത് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇമാതിരി ഒരു പാത്രം അടുപ്പത്ത് വെച്ചുകാണ്ട് അതിക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പാർന്നു കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ വെളിച്ചെണ്ണക്ക് പകരം നെജ്ജ് പാർന്നു കൊടുക്കുക, നെജ്ജിന് പകരം വെളിച്ചെണ്ണ പാർന്നു കൊടുക്കുക. അപ്പോൾ ഉള്ളതൊക്കെ എത്താച്ചാൽ അതിനനുസരിച്ചൊക്കെ പാർന്നു കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്ത് ഉണ്ടാക്കിക്കാണ്ട് അത് ഇതിലേക്കാണ് ഇട്ട് കൊടുത്തിക്കണ്. അപ്പോൾ ഇനി നമുക്കിത് ഒന്നങ്ങോട്ട് പൊരിച്ചെടുക്കണം. ഇപ്പം നമ്മളെ തേങ്ങാക്കൊത്തൊക്കെ ഇപ്പോൾ ഒന്നാണ് പൊരിഞ്ഞ് വന്നിക്കണ്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്കൊരു നേന്ത്രപ്പായ എടുത്തുകാണ്ട് ഇതേപോലെ ചെറുതാക്കി മുറിച്ചുകാണ്ട് അതും കൂടി ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ടും തന്നെ നമുക്ക് ഒന്നാണ് വാട്ടിയെടുക്കുക. ഇപ്പം അങ്ങനെ നമ്മളെ തേങ്ങാക്കൊത്തും ഇതിലേക്കുള്ള പഴവും ഒക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിക്കണ്. ഇനി നമുക്ക് നമ്മളെ തിരിച്ചൊന്നാണ് കെടുത്തി കൊടുക്കുക. അപ്പം ഇനി നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ മാതിരി ഒരു പാത്രം എടുത്തുകാണ്ട് അതിക്കിപ്പോൾ ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ എടുത്തുക്കണത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തോനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 കപ്പൊക്കെ എടുക്കുക. ഇനിയിപ്പോൾ എത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് ചുരുക്കും കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഏതായാലും ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തുക്കണ്. ഇനിയിപ്പോൾ നമ്മൾ നല്ലൊരു ചോയയും മണത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത് ഇതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടിയാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മധുരമൊക്കെ ഒന്ന് പാകമായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ ശർക്കരയിൽ തന്നെ ഉപ്പുണ്ടാവും എന്നൊക്കെ പറയുന്നേക്കാം. അപ്പോൾ ഇനി തോനെ ഉപ്പിട്ടൊന്നും കൊടുക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ നമ്മളിതേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയാളെ ഇനിയിപ്പോൾ നമ്മളെ ചെറിയ ജീരകം കടിച്ചത് തൃപ്പതില്ല എന്നുണ്ടെങ്കിലേ അപ്പോൾ നമ്മളതൊന്നും പൊടിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് പിന്നെ കടിച്ച ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചേരേണ്ടതും കൂടിയാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ തേങ്ങ ചേരേണ്ടതിൻ്റെ കണക്കൊന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് കുറച്ചുള്ളതിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുത്തിക്കണ്. ഇപ്പോൾ അതും തന്നെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ തോനെയൊന്നും ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതൊക്കെ പാടൊന്നാണ് കൂട്ടിക്കാണ്ട് നല്ലോണം തന്നെ ഇളക്കി കൊടുത്തുകാണ്ട് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിട്ടുണ്ടായില്ലേ ശർക്കര, അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചൂട് കൊടുക്കാൻ തന്നെയാണ് പാർന്നു കൊടുക്കുക. ഇനിയിപ്പോൾ നല്ലോണം ചൂടല്ലേ, ഇനിയിപ്പോൾ അത് നല്ലോണം തണുക്കട്ടെ എന്ന് എഴുതി പറ്റാറാൻ കാത്തുത്തിരിക്കൊന്നും വേണ്ടേ, ആ ചൂട് കൊടുക്കാൻ തന്നെയാണ് പാർന്നു കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേക്കുള്ള തേങ്ങാകൊത്തും വാക്കി ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇത് ഒന്നാണ് തണുത്ത് വന്നും ചെയ്തിക്കണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിങ്ങനെയാണ് കേട്ടോ പാർന്നു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ശർക്കരപ്പാനി ഉണ്ടല്ലോ അത് നമുക്കൊരു അരിപ്പി കൂടെ പാർന്നാൽ പിന്നെ ഇനി നമുക്ക് അതിലെത്തെങ്കിലും ഉണ്ടായിനോ എന്നുള്ളൊരു സംശയം വേണ്ട. അപ്പോൾ അതിൽ വല്ലതും കുടുങ്ങിക്കണമെങ്കിൽ നമുക്ക് അത് കിട്ടും ചെയ്തോളും. അപ്പോൾ നമ്മളൊരു അരിപ്പ വെച്ച് കാണ്ടേ അതിൽക്കൂടെ പാർന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ പാടാൻ കൂട്ടിക്കാണ്ട് നല്ലോണം ഇങ്ങോട്ട് ഇളക്കിയെടുക്കണം. അപ്പോൾ നോക്കാൻ എണ്ണിയാളെ ഇത് നല്ലോണം എന്നാണ് കുറുകിക്കാണ്ടല്ലേ, അപ്പോൾ നമുക്കിത് ചുട്ടെടുക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് കുറച്ച് വെള്ളം കൂടി ഒന്നാണ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം പാർന്ന് കൊടുത്തിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇനി ഒരു പാകത്തിലാക്കിക്കാണ്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കിയാണ് എടുത്തുകാണ്ട് നമ്മളെ മാവ് ഈ ഒരു പാകത്തിനാക്കി എടുക്കണം കേട്ടോ.
അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ തോനെ കട്ടിയിലായാലും നമുക്കിത് പറ്റൂല. എന്നാൽ പറ്റ കട്ടി കുറഞ്ഞുകാണ്ട് വെള്ളമായാലും അതിനും പറ്റൂല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പാകത്തിന് തന്നെ ഇപ്പോൾ എടുക്കാൻ നോക്കൂണ്ടി. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായില്ല തേങ്ങ കൊത്തും ലേശം പായൊക്കെ വാട്ടിക്കാണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഇതിക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം പാടെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. കുറച്ചിന് ഇട്ട് കൊടുത്തുകാണ്ട് നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇതിൻ്റെ പകുതി ഇതിക്കാണ് ഇട്ട് കൊടുത്തുക്കണ്. പകുതി ഇനി നമുക്കിത് ചുട്ടെടുക്കുമ്പോൾ അതിൻ്റെ മേലെ കൂടെ ഇട്ടുകാണ്ട് ഒന്നാണ് ചോർക്കൂട്ടും ചേച്ചാൽ. അപ്പോൾ പിന്നെ കാണാൻ നല്ല രസം ഉണ്ടാവും, കടിച്ചുമ്പോൾ പിന്നെ അതിലേറെ രസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്കിത് ഒന്നും കൂടി ഇങ്ങോട്ട് ഇളക്കി എടുത്തുകാണ്ട് നമ്മളെ മാവൊക്കെ ഒന്നാണ് ശരിയാക്കി എടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മളെ അപ്പം ഉണ്ടാക്കാനുള്ളേ മാവൊക്കെ ഇപ്പോൾ ഇവിടെ റെഡി ആയിക്കണു. അപ്പോൾ ഇനിയാളെ നോക്കാൻ നിങ്ങൾ നമ്മളെ മാവ് ഇപ്പോൾ ഈ ഒരു പാകത്തിനാണുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതൊന്നും ചുട്ടെടുക്കണ പണിയുള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് നല്ലൊരു പലഹാരം കൂട്ടിയാൻ ചായയും കുടിച്ചാൽ. അപ്പോൾ ഇനിയാളെ നമ്മളിപ്പോൾ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇമ്മാതിരി ഒരു ഇരുമ്പും ചട്ടിയാണ് വെച്ച് കൊടുത്തിക്കണത്. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ചട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ആ കുണ്ടുള്ള കുറച്ചൊക്കെ ഒരു കുണ്ടുള്ള ഈ ചട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതേപോലെയൊക്കെ ഒരു സൈസ് ചട്ടി. അപ്പോൾ അങ്ങനത്തെ വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ കുറഞ്ഞൊരു കുണ്ടുണ്ടാകണതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ പരന്നുകൊണ്ട് നിൽക്കുമല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കേണ്ടിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ചട്ടിയൊക്കെ ഒന്നാണ് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് എണ്ണ പാർന്നു കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഇതിക്ക് ഒന്നായിട്ട് എണ്ണ പാർന്നു കൊടുത്തുകാണ്ട് അതിലൊന്നായിട്ട് മുക്കിക്കാണ്ട് പൊരിച്ചെടുക്കുകയല്ല. നമ്മൾ കുറച്ച് ഒരു സ്പൂണൊക്കെ എണ്ണ പാർന്നുകാണ്ട് അതിലിങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് എണ്ണ പാർന്നു കൊടുത്തിക്കണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു കയ്യിലെടുത്തുകാണ്ട് അയക്കാൻ പാർന്നു കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മളെ മാവ് പാർന്നു കഴിഞ്ഞാൽ നമ്മൾ നേർത്തെടുത്ത് വെച്ചിട്ടുണ്ടായില്ലേനോ തേങ്ങ കൊത്തും പഴമൊക്കെ. അപ്പം ഞാൻ ഇന്ന് നമുക്കൊരു സ്പൂൺ എടുത്തുകാണ്ട് ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ എല്ലാ അപ്പത്തേക്കും ഇടാൻ കണ്ടുകാണ്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ എല്ലാത്തേക്കും കുറച്ച് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പം ഇനിയിപ്പോൾ നമുക്ക് തോനെ നേരം വെക്കാനൊന്നുമില്ലേ. അപ്പത്തിന് തന്നെ ഇത് വെന്ത് കിട്ടും ചെയ്യും. അപ്പം ഇനിയിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മൂടി വെച്ചുകാണ്ട് കുറച്ച് നേരം ഒന്നാണ് വേവിച്ചുകാണ്ട് അങ്ങനെ തന്നെ എടുക്കുക. ഇനിയിപ്പോൾ അതല്ല നമുക്ക് എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒന്നാണ് മറിച്ചിട്ട് കൊടുത്താലും മതി. എന്നാൽ പിന്നെ നമുക്ക് എളുപ്പത്തിലായി കിട്ടുമല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ച് നല്ലോണം ഒന്നാണ് കുറച്ച് വെച്ചുകാണ്ട് ഒന്നാണ് മൂടി വെച്ചുകാണ്ട് കുറച്ച് നേരം ഒന്നൊരു 5 മിനിറ്റൊക്കെ ഒന്നാണ് നിന്നാൽ മതി. പിന്നെ ഇപ്പോൾ നമുക്ക് മറിച്ചിടേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പം ഞമ്മക്കും തന്നെ ഇപ്പം ഇത് കുറേ നേരം കാത്തുത്തിരിക്കാനൊന്നും വെച്ചാൽ. അപ്പോൾ വേഗം ഒന്നാണ് മറിച്ചിട്ട് കൊടുത്താൽ അപ്പുറം തന്നെ വേഗം പൊരിഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ നമ്മളെ തിരിച്ചൊക്കെ ഒന്നും പാകത്തിനാക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ലോണം കൂട്ടി വെച്ചാൽ പിന്നെ ഒരു ഭാഗം അങ്ങോട്ട് പെട്ടെന്ന് കരിയും ചെയ്യും. പൊന്നാരം ചെണ്ണിയാളെ ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ. ഈ ഒരു പാകത്തിനൊക്കെ ആകുമ്പോൾ ഞമ്മക്കിപ്പോൾ ഈ എണ്ണയിൽ നിന്ന് അങ്ങോട്ട് കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ അങ്ങോട്ട് ചുട്ടെടുക്കണം. അപ്പോൾ നമ്മൾ ഒന്നായിട്ട് എണ്ണ പാരാതെ കുറച്ച് എണ്ണ പാർന്നു കൊടുത്തുകാണ്ട് അതിക്ക് നമ്മളെ മാവ് പാരുക. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകൾക്ക് നമ്മൾ നേർത്തെടുത്ത് വെച്ചീനെ തേങ്ങ കൊത്തും വായ്ക്കൊക്കെ ഇട്ട് കൊടുത്തുകാണ്ട് ഒന്നാണ് ചൊറുക്കൂട്ടും ചേച്ചാ. ഒരു ഭാഗമാണ് വേകുമ്പോൾ മറ്റേ ഭാഗമാണ് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തുകാണ്ട് ബാക്കിയൊക്കെ അങ്ങോട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ എത്ര പണിയുള്ളൂ, നമുക്ക് എത്ര എളുപ്പമാണ്. അപ്പോൾ അരി വെള്ളത്തിലിടാൻ നിൽക്കണ്ട, മാവ് കുഴച്ചുകാണ്ട് കാത്തുത്തിരിക്കണ്ട. ഇനിയിപ്പോൾ കുറേ നേരം കുഴച്ചും മറിച്ചും കുത്തിരിക്കും വേണ്ട. അപ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിൽ നമുക്കിപ്പോൾ ഇത് ഉണ്ടാക്കാനും പറ്റും. ഇന്നപ്പോൾ നല്ലൊരു ചായക്കടിയേക്കാണ് നമുക്ക് തന്നെ കൂട്ടും ചേച്ചാ. അപ്പം നമുക്ക് എല്ലാവർക്കും കേട്ടുമ്പോൾ തന്നെ ഉണ്ടാക്കാനും പറ്റും. എന്നപ്പം ഇനി രസത്തിനൊരു കുറവില്ലേനും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ ചായക്കടി ഇഷ്ടപ്പെട്ടിക്കണമെന്ന് കരുതണം കേട്ടോ. നമ്മൾ ഇഷ്ടപ്പെട്ടാൽ സന്തോഷത്തോടെ ഒരു ലൈക്കും തന്നോളിയും. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഒന്നാണ് അയച്ചും കൊടുത്തോളിയും. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കാണ്ട് നമ്മളോട് അഭിപ്രായങ്ങളൊന്നും പറയാൻ മടിച്ചല്ലേ കേട്ടോ. അപ്പോൾ ഇൻഷാ അള്ളാ ഞമ്മക്ക് അറിയണതൊക്കെ ഇനിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്ന വരെ നമ്മളെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.